ഹലോ എവ്രി വൺ. ഇന്നത്തെ നമ്മുടെ ലെസണിൽ നമ്മൾ ഡെയിലി അഭിമുഖീകരിക്കുന്ന ചില സിറ്റുവേഷൻസിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന കുറച്ച് അഡ്വാൻസ്ഡ് ഫ്രേസസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്ക് ഒക്കെ ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് ലെസണിലേക്ക് പോയാലോ. നമ്മുടെ ചില തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില സമയത്ത് തോന്നാറുണ്ട് നമ്മൾ എടുത്ത തീരുമാനം വളരെ ശരിയായിരുന്നു എന്ന്. അപ്പോൾ ഇത്തരം കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രേസ് ആണ് ലുക്കിംഗ് ബാക്ക് I know it was the right decision. Looking back, I know it was the right decision. ചില സമയത്ത് നമുക്ക് വ്യക്തമായ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാറില്ല. നമ്മൾ ഇത് ചൂസ് ചെയ്യണോ അത് ചൂസ് ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രേസ് ആണ് I am on the fence. അതായത് അവിടെയും ഇല്ല ഇവിടെയും ഇല്ല, I am on the fence. അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ നമ്മൾ വേഗം എടുക്കുമായിരിക്കും, പക്ഷെ ഒന്നും കൂടെ റീകൺസിഡർ ചെയ്യാൻ തോന്നും. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് I'm having second thoughts. I'm having second thoughts. നമ്മൾ പല കാര്യങ്ങളിൽ എക്സൈറ്റഡ് ആവാറുണ്ട് അല്ലെ. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഒക്കേഷൻ വരാനായിട്ട് കാത്തിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും മീറ്റ് ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ കാത്തിരിക്കാറുണ്ട്. നമ്മൾ പറയാറുണ്ട് അതിങ്ങി എത്താറായി കേട്ടോ, അതിങ്ങി എത്തി, സമയം ഇങ്ങി എത്തി എന്നൊക്കെ പറയാറുണ്ടല്ലോ. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രേസ് ആണ് ഇറ്റ്സ് റൈറ്റ് അറൗണ്ട് ദ കോർണർ. ഇറ്റ്സ് റൈറ്റ് അറൗണ്ട് ദ കോർണർ. ഇതേ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു സെന്റൻസ് ആണ് ഐ എം കൗണ്ടിങ് ഡൗൺ ദ ഡേയ്സ് അൺടിൽ. നമുക്ക് ഇഷ്ടമുള്ള കാര്യം പറയാം. അപ്പോൾ ഒരാളെ മീറ്റ് ചെയ്യുന്ന സന്ദർഭമാണെങ്കിൽ നമുക്ക് പറയാം ഐ എം കൗണ്ടിങ് ഡൗൺ ദ ഡേയ്സ് അൺടിൽ ഐ മീറ്റ് ഹർ അഗൈൻ. അല്ലെങ്കിൽ നമുക്ക് എക്സാം ഒക്കെ എപ്പോഴാണാവോ തീരുന്നത്, അതിനു വേണ്ടി ഞാനിങ്ങനെ എണ്ണിയിരിക്കുക, ദിവസം എണ്ണിയിരിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പോഴും നമുക്ക് ഈ ഒരു ഫ്രേസ് ഉപയോഗിക്കാവുന്നതാണ് ഐ എം കൗണ്ടിങ് ഡൗൺ ദ ഡേയ്സ് അൺടിൽ ദി എൻഡ് ഓഫ് ദി എക്സാംസ്. ചില കാര്യങ്ങളിലൊക്കെ നമുക്കൊരു ഉറപ്പുണ്ടാവാറില്ല, അത് നടക്കുവോ ഇല്ലയോ എന്നൊക്കെ ഒരു ഉറപ്പുണ്ടാവാറില്ല. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്രേസസ് ആണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ഫ്രേസ് എന്ന് പറയുന്നത് odds are that our team will win. അപ്പോ എനിക്ക് തോന്നുന്നു നമ്മുടെ ടീം ജയിക്കുമെന്ന്. odds are that our team will win. അല്ലെങ്കിൽ നമുക്ക് പറയാം I wouldn't bet on it. അപ്പോൾ എനിക്ക് ഒട്ടും ഉറപ്പില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്നുള്ളൊരു ഫ്രേസ് ആണ് I wouldn't bet on it. Similar phrase ആണ് there's not much chance of that. There's not much chance of that. അത് നടക്കൂ എന്ന് വലിയ ഉറപ്പില്ല, വലിയ ചാൻസ് ഇല്ല എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന ഒരു ഫ്രേസ് ആണ്. ഇനി നമ്മൾ ബോറടിക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാവാറുണ്ട് അല്ലെ. ചില സമയത്തൊക്കെ ഒരു സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അത് മഹാ ബോറായിരിക്കും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഫ്രേസ് ആണ്, വളരെ ബോറടിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രേസ് ആണ് I was bored to tears. I was bored to tears. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ഫ്രേസ് ആണ് It's about as exciting as watching paint dry. It's about as exciting as watching paint dry. നമുക്ക് ചുറ്റും മദ്യപിക്കുന്ന ആൾക്കാർ ഒരുപാട് ഉണ്ടാകാറുണ്ട് അല്ലെ. അപ്പൊ നമുക്കിപ്പോ നമ്മുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടോ നമുക്ക് അറിയുന്ന ഒരു വ്യക്തിയോ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേസ് ആണ് ഹീസ് എ ബിറ്റ് ടിപ്സി. കുറച്ച് കുടിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഹീസ് എ ബിറ്റ് ടിപ്സി. ഇനി വല്ലാതെ കുടിച്ചിട്ടുണ്ട്, വല്ലാതെ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഹീസ് കംപ്ലീറ്റ്ലി സ്ലോഷ്ഡ്. ഹീസ് കംപ്ലീറ്റ്ലി സ്ലോഷ്ഡ്. അതുപോലെ തന്നെ പറയാം ഹീസ് കംപ്ലീറ്റ്ലി പ്ലാസ്റ്റേർഡ്. ഹീസ് കംപ്ലീറ്റ്ലി പ്ലാസ്റ്റേർഡ്. അപ്പൊ ചില ആൾക്കാരൊക്കെ പറയാറുണ്ടല്ലേ മദ്യപിക്കുന്നത് ദുഃഖം മറക്കാൻ വേണ്ടിയാണെന്നൊക്കെ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സന്ദർഭത്തിൽ നമുക്ക് പറയാം ഹീസ് ട്രൈങ് ടു ഡ്രൗൺ ഹിസ് സോറോസ്. ഹീസ് ട്രൈങ് ടു ഡ്രൗൺ ഹിസ് സോറോസ്. ഇത് ഹീ എന്നുള്ളത് ഐ എന്നും വേണമെങ്കിൽ പറയാം കേട്ടോ. ഐ എം ട്രൈങ് ടു ഡ്രൗൺ മൈ സോറോസ്. നമ്മൾ യാത്രകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ടൈം ഡിഫറൻസ് കാരണം നമുക്ക് പലപ്പോഴും ക്ഷീണം വരാറുണ്ട്. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടൈം സോണിന്റെ ഡിഫറൻസ് കാരണം വിൽ ബി സ്ലീപ്പി, നമ്മുടെ ഉറക്കമൊന്നും ശരിയാകാതെ നമ്മൾ വളരെയധികം എക്സോസ്റ്റഡ് ആകാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രേസ് ആണ് ഐ എം ജെറ്റ് ലാഗ്ഡ്. ഐ എം ജെറ്റ് ലാഗ്ഡ്. ഇനി നമ്മൾ യാത്രകളൊക്കെ ചെയ്ത് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ മുറിയൊക്കെ എടുത്തു എന്ന് വിചാരിക്കുക.
അപ്പോൾ ഹോട്ടലിൽ നമുക്ക് ഒട്ടും സേഫ് ആയിട്ട് തോന്നുന്നില്ല, അത്ര നല്ല ഒരു സ്ഥലമായിട്ട് നമുക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്രേസ് ആണ് മൈ ഹോട്ടൽ ഇസ് ഇൻ എ സീഡി പ്ലേസ്. മൈ ഹോട്ടൽ ഇസ് ഇൻ എ സീഡി പ്ലേസ്. ചില സമയത്തൊക്കെ നമുക്ക് തോന്നാറുണ്ടല്ലോ, ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്, വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല എന്ന് തോന്നാറുണ്ട്. അപ്പോൾ യു ക്യാൻ സേ ദ പ്ലേസ് വാസ് എ ടൂറിസ്റ്റ് ട്രാപ്പ്. ദ പ്ലേസ് വാസ് എ ടൂറിസ്റ്റ് ട്രാപ്പ്. യാത്രകൾക്കൊക്കെ പോകുമ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് ശരിയാകാറില്ല, നമുക്ക് സ്റ്റമക്ക് അപ്സെറ്റ് വരാറുണ്ട്, പല സന്ദർഭങ്ങളും വരാറുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രേസ് ആണ് ഐ എം ഓൺ ദി റൺസ്. അതായത് എനിക്ക് സ്റ്റമക്ക് അപ്സെറ്റ് ആണ്, നമുക്ക് ഡയറി ആണ് എന്നൊക്കെ പറയുന്നതാണ് ഐ എം ഓൺ ദി റൺസ്. ചില സമയത്തൊക്കെ നമ്മളുടെ അടുത്ത് വെറുതെ ആളുകൾ ഡിസഗ്രി ചെയ്ത് അതൊരു ആർഗ്യുമെന്റിലേക്കൊക്കെ പോകുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട് അല്ലേ? അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ അവരെ വിളിക്കുന്നത് പ്ലേയിങ് ഡെവിൾസ് അഡ്വക്കേറ്റ് എന്നാണ്. ഫോർ എക്സാമ്പിൾ, ഷീ വാസ് പ്ലേയിങ് എ ഡെവിൾസ് അഡ്വക്കേറ്റ്. യു ഷുഡ് ഹവ് കെപ്റ്റ് കാം. ഷീ വാസ് പ്ലേയിങ് എ ഡെവിൾസ് അഡ്വക്കേറ്റ്. യു ഷുഡ് ഹവ് കെപ്റ്റ് കാം. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടി ചില സ്ഥലങ്ങളിലേക്ക് പോകും, അല്ലെങ്കിൽ ആരുടെ അടുത്തെങ്കിലോട്ടൊക്കെ ചെല്ലുമ്പോഴായിരിക്കും നമ്മൾ വേറൊരു ടോപ്പിക്ക് ആലോചിച്ച് ആ ഒരു ടോപ്പിക്കിലേട്ടൊക്കെ വഴുതി വീഴുന്നത്. അപ്പോൾ പെട്ടെന്നായിരിക്കും ആ ഒരു കാര്യം ഓർമ്മ വരുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഫ്രേസ് ആണ് ഗെറ്റ് ടു ദി മീറ്റ്. അതായത് ഗെറ്റ് ടു ദി മീറ്റ് എന്ന് വെച്ചാൽ നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് വരാം. ലെറ്റ്സ് ഗെറ്റ് ടു ദി മീറ്റ് ഓഫ് ദി മാറ്റർ. ലെറ്റ്സ് ഗെറ്റ് ടു ദി മീറ്റ് ഓഫ് ദി മാറ്റർ. നമ്മളൊക്കെ നമ്മുടെ ഒരു ഫ്രണ്ട് ആയിരിക്കും, നമ്മളോട് പെട്ടെന്ന് ഒരു കാര്യം പറയാൻ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു തിരക്കിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഫ്രേസ് ആണ് ഹോൾഡ് യുവർ ഹോഴ്സസ്. ഹോൾഡ് യുവർ ഹോഴ്സസ്. അല്ലെങ്കിൽ പറയാം ദാറ്റ് വിൽ ഹാവ് ടു വെയിറ്റ്. ദാറ്റ് വിൽ ഹാവ് ടു വെയിറ്റ്. വളരെ ഡൗൺ ആയിട്ട് നമ്മളൊരു വ്യക്തിയെ കാണുകയാണെങ്കിൽ, സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം, അപ്പൊ നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റുന്ന ഒരു ഫ്രേസ് ആണ് you look a bit down. You look a bit down. Is there anything I can do to help? Is there anything I can do to help? നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ വളരെ ലോ ആയിട്ടിരിക്കുന്ന ആൾക്കാരോട് പറയാറുണ്ടല്ലോ, ഇതിന്റെ നല്ല വശം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് ലോകാവസാനം ഒന്നും അല്ലല്ലോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എങ്ങനെ നമുക്കത് പറയാം? ലുക്ക് ഓൺ ദി ബ്രൈറ്റ് സൈഡ്. ലുക്ക് ഓൺ ദി ബ്രൈറ്റ് സൈഡ്. It's not the end of the world. It's not the end of the world. ചിലപ്പോഴൊക്കെ മാച്ചുകൾക്കൊക്കെ നമ്മളുടെ ഫേവറേറ്റ് ടീമിൻ്റെയൊക്കെ മാച്ച് കാണുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു മൂവി കാണുമ്പോഴായിരിക്കും നമ്മൾ കംപ്ലീറ്റ്ലി അത് ഡിസപ്പോയിൻറ്റഡ് ആവാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്രേസസ് ആണ് ഇറ്റ് വാസ് എ റിയൽ ലെറ്റ് ഡൗൺ. ഇറ്റ് വാസ് എ റിയൽ ലെറ്റ് ഡൗൺ. ഇറ്റ് ഡിഡ്ന്റ് ലിവ് അപ് ടു മൈ എക്സ്പെക്ടേഷൻ. ഇറ്റ് ഡിഡ്ന്റ് ലിവ് അപ് ടു മൈ എക്സ്പെക്ടേഷൻ. ഇനി നമ്മളിപ്പോൾ ആരെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമുക്കത് അങ്ങ് വിശ്വാസം വരുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്തെല്ലാം ഫ്രേസസ് ഉപയോഗിക്കാം? Her story is fishy. Her story is fishy. എന്തോ ഒരു കുഴപ്പമുണ്ട് കഥയിൽ, എവിടെയോ എന്തോ ഫിഷി ആയിട്ട് തോന്നുന്നുണ്ട് എന്നാണ് അർത്ഥം വരുന്നത്. That's bit of an exaggeration. അതൊരു കുറച്ച് ഓവർ ആയില്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ? That's bit of an exaggeration. അതുപോലെ തന്നെ വേറൊരു ഫ്രേസ് ആണ് ദാറ്റ്സ് എ പാക്ക് ഓഫ് ലൈസ്. അതൊരു കള്ളത്തരമാണ്. ദാറ്റ്സ് എ പാക്ക് ഓഫ് ലൈസ്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു സന്ദർഭം വരികയാണ്, നമുക്ക് എന്തോ ഒരു കാര്യം നടന്നു, അപ്പൊ നമുക്ക് പറയണം എനിക്കിത് നേരത്തെ തോന്നിയതാണ്, ഇങ്ങനെ തന്നെ നടക്കുള്ളൂ എന്ന്. നമുക്കതിപ്പോ അതെങ്ങനെ പറയാം? I had a hunch that something like this would happen. I had a hunch that something like this would happen. ചിലപ്പോഴൊക്കെ നമുക്ക് കാലാവസ്ഥ കാണുമ്പോൾ തന്നെ മനസ്സിലാവും മഴ പെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രേസ് ആണ് there's a good chance that it will rain. There's a good chance it will rain. നമുക്ക് ചുറ്റും കഴിവുള്ള ഒത്തിരി വ്യക്തികളെ കാണാറുണ്ട് അല്ലെ? വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരെ നമുക്ക് കാണാറുണ്ട്. അപ്പൊ അവരെ പറ്റിയൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തെല്ലാം ഫ്രേസസ് ആണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത്? She is in a class of her own. She is in a class of her own. She can do it in her sleep. She can do it in her sleep. ഉറക്കത്തിൽ പോലും അത് ചെയ്യാൻ പറ്റും, അത്ര എക്സ്പേർട്ട് ആണ് ഈ ഒരു വിഷയത്തിൽ. She can do it in her sleep. She is the best in the business. She is the
best in the business. സോ ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഇത്രയും ഫ്രേസസ് ഒക്കെ നിങ്ങളുടെ കോൺവെർസേഷനിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. Definitely it will improve the quality of your speech. So happy learning everyone. Thank you so much for watching. See you all in another video. Thank you so much.